ഉസ്താദ് ഇറങ്ങിയ അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കണ ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻ ഷാ, അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാണ്. ഞാന് കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു തന്നു. എന്താ കാണിച്ചെന്നേ? ആ ബ്ലോഗ് ചെയ്യുന്ന ആ സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളിയിൽ പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ, ഇത് ഏത് ഉസ്താദാണ്? ഇയാളെന്താ ചെയ്യുന്നത്? പച്ചക്ക് ഇരുന്ന് ഫിത്തിന പറയല്ലേ ഇയാള്? ഇത് ഏത് കോണത്തിൽ ഉസ്താദാണ് ഇത്? ഇവന്റെ പേരെന്താ? ഉസ്താദാ? ഇവൻ ആരാണ് ഉസ്താദാക്കിയത്? എന്താണ് ഇവന്റെ പേര്? ഏതാ ഈ ഫിത്തിന പറയല്ലേന്ന് മൈക്ക് പിടിച്ചിട്ട് നാട്ടാറോട് പച്ചക്ക് ഒരു വേറൊരു കുടുംബത്തിനെ കുറിച്ചല്ലേ ഇയാള് പറയുന്നത്? എന്തൊരു കുന്നായ്മന്ന് ഇയാള് പറയുന്നത്? വാട്ടവർ എന്തോ ആയിക്കോട്ടെ, അയാളൊരു ഉസ്താദല്ലേ? മൈക്കും വെച്ച് കയറി വന്നിട്ട് ഒരു മുസ്ലിം ഫാമിലി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൽ ഇസ്ലാമിലുള്ള ഏറ്റവും ഇതുള്ള കാര്യമാണ് ഫിത്തിന പറയുന്നത്, മനസ്സിലായി? എന്നിട്ട് ഇയാൾ ഇവിടെ ഇരുന്ന് ഫിത്തിന പറയാം, മൈക്കും പിടിച്ചിട്ട് നല്ല പബ്ലിക് ആയിട്ട്. ആയിരം ബാക്കി ആയിരിക്കും അത്രയും ആൾക്കാരോട് ഇയാള് ഫിത്തിന പറയാം. എന്തിന്? വ്യൂവേഴ്സ് കൂട്ടാൻ. എന്ത് അസൂയ ഇവന്മാർക്ക് വേണ്ടത്? എന്താ? ഒന്നാമത്തെ കാര്യം, മുസ്ലിം ഓഡിയൻസ് നല്ലോണം ഹനാൻസാന്റിലേക്ക് ചായുന്നുണ്ട്. മൊത്തം മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ എന്തെല്ലോ വീഡിയോ ഇറക്കിന്, ഹനാൻസ് മാർക്കറ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വരെ വീഡിയോ ഇറക്കി. കാരണം അത്രയും മുസ്ലിങ്ങള് ഹനാൻസാന്റെ, മുസ്ലിങ്ങള് 90% ഹനാൻസാന്റെ സപ്പോർട്ടേഴ്സ് ആയി. അപ്പൊ ഈ ഉസ്താദിനൊന്നും ജോലിയിലുണ്ടായി. അതാണ് ഈ അസൂയ കയറിയിട്ട് ഇവന്മാര് ഇറങ്ങീന്, മനസ്സിലായോ? ആടുന്ന് കുറച്ച് വ്യൂവേഴ്സ് ഇങ്ങോട്ട് വരട്ടെ വെച്ചിട്ട് ഈ കോയമാറ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏതാണ് ഈ ഉസ്താദ്? ഇവൻ ആരുടെ ഉസ്താദ് വിളിച്ചത്? ഓരോ നാറികൾ ഇറങ്ങിക്കോളും, മൈക്കും പിടിച്ചിട്ട് മീശയും പഠിച്ച് താടിയും നീട്ടി വളർത്തിയിട്ട് ഓരോ കുണ്ടന്മാർ ഇറങ്ങിക്കോളും ഉസ്താദെന്നും പറഞ്ഞില്ല ഒട്ടകള്. ഇവനാണ് ഉസ്താദ്. മക്കളുടെ എല്ലാം ഇതിന് കൂട്ടൽ കൊടുക്കണം. ഉപദേശം കൊടുക്കുന്നുണ്ട്, ഹറാം ചെയ്യാൻ വേണ്ടി ചങ്ങാതി വാപ്പ കൂട്ടൽ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ വല്ല കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ മതി, അത്രയും മതി. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം അത്രയും മതി. നിസ്കരിക്കാൻ പറയുന്നുണ്ടോ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ടോ? അത്രയും മതി, മനസ്സിലായി? നീ കുറെ കൊണക്കല്ലേ? അങ്ങനെ ഹറാമിന്റെ ഇത് നോക്കുവാണെങ്കിൽ പല രീതിയിലും ഹറാമ് നോക്കണം. എല്ലാം ഹറാമ്, അത് ഉസ്താദ് അടക്കം ഹറാമ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഈ കാലത്ത് അത്രയും സൂക്ഷ്മമായിട്ട് ഹറാമ് ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ പറ്റൂല. അത് ചില കാര്യങ്ങളില് അങ്ങനെ ആയിപ്പോന്നു. ഇപ്പൊ മൈക്ക് അങ്ങനെയാണെങ്കിൽ മൈക്കിൽ സംസാരിക്കുന്നത് ഹറാമാന്ന് പറയാൻ പറ്റും.